കൊല്ലം-തേനി ദേശീയപാതയുടെ രണ്ട് മുഖങ്ങളിൽ ഒന്നാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ റോഡ് ആകമാനം താറുമാറായി തകർന്നു കിടക്കുമ്പോഴും തമിഴ്നാട്ടിൽ തകൃതിയായി വേല നടക്കുകയാണ്. ഇവിടെ മഴയോ മറ്റു പ്രശ്നങ്ങളോ യാതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവിടെ നല്ല രീതിയിൽ റോഡിൻ്റെ വർക്ക് നടക്കുന്നു. ഇത് വീരപാണ്ടിയിൽ നിന്നും തേനിയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗമാണ്. അതായത് കൊട്ടാരക്കര തേനി നാഷണൽ ഹൈവേയുടെ ഭാഗമായി തമിഴ്നാടിൻ്റെ ഭാഗത്ത് ദ്രുതഗതിയിൽ നടക്കുന്ന വർക്കിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയപരമായ പല പ്രശ്നങ്ങൾ കൊണ്ടും ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ, നാടിൻ്റെ വികസനം മനസ്സിലാക്കാതെ പല രീതിയിലുള്ള വിവാദങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും കേരളത്തിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ സഞ്ചരിക്കുന്ന ഈ നാട്ടിലെ ഈ രാജ്യത്തെ വിവിധ മേഖലയിലുള്ള ആളുകൾ സഞ്ചരിക്കുന്ന കേരളത്തിൻ്റെ ദേശീയപാതകൾ തകർന്ന് താറുമാറായി കിടക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ ദ്രുതഗതിയിൽ തീർക്കാൻ വേണ്ടിയുള്ള ഒരു വർക്കും കാര്യമായി ഇത് മുമ്പോട്ട് പോകുന്നു. ഇത് കേരളത്തിലെ PWD ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ കോൺട്രാക്ടർമാരും മനസ്സിലാക്കേണ്ട വലിയ ഒരു വിഷയമാണ്. മഴയുടെ പേരിലും മറ്റ് രാഷ്ട്രീയ പ്രേരണയുടെ പേരിലും തകർന്ന് താറുമാറായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് വീരപാണ്ടിയിൽ നിന്നും തേനിയിലേക്ക് ഈ റോഡിൻ്റെ വർക്ക് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Coming from Malanadu TV. So you are from? Austria. Austria. Which is in Europe. Europe. Okay. Yes. How is Kerala? So I like the place, and yeah, the people are friendly. Yeah. And but we did not drive ourselves, but I think it was sometimes like. சபரிமலை கோவிலில் போயிட்டு வரீங்களா? அப்புறம் நாங்கள் இப்போது தமிழ்நாடு அங்கே போயிட்டு பார்த்துட்டு வர்றோம். அங்கே கொல்லம் தேனி இது நேஷனல் ஹைவே. அங்கே தமிழ்நாட்டில் சூப்பராக வேலை பண்ணியிருக்கு. இந்த கேரளாவில் ரோடு உங்களுக்கு எப்படி ஃபீல் பண்ணுறது? அந்த அளவுக்கு இங்கே இல்லை, அதை சொல்ல முடியுமா? தமிழ்நாட்டில் இப்போதைக்கு ஹைவே பூரா சூப்பராக போட்டுக்கிட்டு இருக்காங்க. இங்கே அந்த மாதிரி கிடையாது. எல்லா இடமும் வழியில் அப்புறம் பார்த்துட்டு அதனால் வண்டியிலோட തൂങ്ങിക്കൊള്ള முடியல. அதனால் எல்லாமே டிஸ்டர்ப் நிறையா பார்த்துக்கிட்டே தான் വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ പ്രശസ്തമായ നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന സ്വാമിമാരാണ്. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ പാതിരാത്രിയൊക്കെ സഞ്ചരിച്ച് വരുന്നവർ, അവർക്ക് ഉറക്കമോ കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിലെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങാൻ പോലും സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെ നിരവധി സ്വാമിമാർ കേരളത്തിലെ നമ്മുടെ ശബരിമലയും അതുപോലെ തന്നെ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസം സെൻ്ററും ഒക്കെ സന്ദർശിക്കാൻ വരുന്നതാണ്. ഇവർ പറയുന്നത് റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയിൽ സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികളും PWD ഉദ്യോഗസ്ഥന്മാരും പറയുന്നു മഴക്കാലമാണ്, മലയും അതുപോലെയുള്ള പർവ്വത പ്രദേശങ്ങളുമായിട്ട് റോഡ് മെയിൻ്റനൻസ് വലിയ കഷ്ടമാണെന്ന് പറയുന്നത്. പക്ഷേ കൂടല്ലൂർ മുതൽ കുമളി വരെ ഈ മലമ്പ്രദേശവും ഭയങ്കര കൊക്കയായ സ്ഥലവും പർവ്വത പ്രദേശങ്ങളും അവിടുത്തെ റോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. Jumpa, 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 jumpa. അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റും ഭരണാധികാരികളും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തിലെ നമ്മുടെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും പൊതുനിരത്തിൻ്റെ പ്രശ്നങ്ങളും എന്താണെന്ന് പഠിക്കാതെ
മറ്റ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പാടെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ തീർത്ഥാടകരെയും ടൂറിസ്റ്റുകളെയും വലയ്ക്കുന്ന ഈ പ്രവണതയിൽ നിന്നും പിന്തിരിയണമെന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് മലനാട് ടിവിക്ക് വേണ്ടി പറയാനുള്ളത്. തമിഴ്നാട്ടിലെ വീരപാണ്ടിയിൽ നിന്നും ക്യാമറമാൻ അനീഷിനോടൊപ്പം മലനാട് ടിവിക്ക് വേണ്ടി അഷറഫ് പീരുമേട്.